ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് മൈഥിലിക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ഞാൻ ശരിക്കും ഫ്ലവേഴ്സിലായിരിക്കുന്നത് മറന്നു. നല്ലൊരു വിഷ്വൽ പ്രസന്റേഷൻ ആയിട്ട് കൈതപ്രത്തിന്റെ സംഗീതത്തിൽ മഞ്ജുവും ദീപനും ചേർന്നാലപിച്ച ഗാനമാണ് താരം മനോഹരമായി. അപ്പൊ ഇത് മൈഥിലി ഭജൻ കണക്ട് ആണ്. ഇത് തമ്പുരു പോലിരിക്കുന്ന വീണ. നെല്ലെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. മാലകൾ വേണോ മാലകൾ അതുപോലുണ്ട്. സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ പി സുശീലാമ്മ ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി. വോയിസിന്റെ റേഞ്ച് ഈ പാട്ടിന് പറ്റിയ ഒരു വോയിസ് ആണ്. 1983 എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റയാൻ കുട്ടൻ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. വൈകക്കുട്ടിയുടെ പാട്ട് ഒരു യുണീക്ക് വോയിസ് ആയി. അത് റിയാൻ കുട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും വാണി ചേറാമും ചേർന്നാലപിച്ച ഗാനം. ഇവിടെ ഇരിക്കാൻ പറ്റില്ലേടാ, ഉടനെ എണിച്ചങ്ങ് കൈയടിക്കല്ലേ. ചില കാര്യങ്ങളൊക്കെ പാടുമ്പോ ജയേട്ടൻ പാടിയ പോലെ തന്നെ കറക്റ്റ് അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടി. ത്തിന്റെ ആലാപനത്തിന് ശേഷമുള്ള മനോഹര പതുക്കെ ഗുഡിന്ന് ഗ്രേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. വിഷു കൈനീട്ടവുമായി ടോപ്പ് സിംഗർ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ടോപ്പ് സിംഗർ വേദിയിലെ വിഷു ആഘോഷങ്ങൾക്കായി നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴുണ്ടല്ലോ, അവരുടെ പാട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ, കളങ്കമായ എന്നെ പിന്നെയും ഒന്നുകൂടെ നിഷ്കളങ്കമായി പിടിച്ചു വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇല്ലേ മധു? തീർച്ചയായിട്ടും പാപിയായ കുട്ടൻ ചേട്ടാ. ടോപ്പ് സിംഗർ വേദിയിലെ ഈ മനോഹര നിമിഷങ്ങൾക്കായി കുറച്ചേരത്തേക്ക് ഞങ്ങള് ഈ സ്റ്റേജ് അങ്ങോട്ട് എടുക്കാൻ പോവാ. എങ്ങനെയുണ്ട് നമ്മുടെ വിഷു ദിവസം? സൂപ്പർ അല്ലേ? ബെസ്റ്റ് വിഷു എവർ.